ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹിറ്റോസ് ബൈ സോജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ആൻഡ് ഇത് എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുള്ളതെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മെബലൈൻ ന്യൂയോർക്കിൻ്റെ പ്രൈമറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. SPF 20 ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് മാറ്റ് ഫിനിഷ് ആണ്, അതേപോലെ തന്നെ പോർലെസ് ആണ്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. 5 out of 10 മാത്രമാണ് ഞാൻ ഇതിൽ റേറ്റിംഗ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ സ്കിൻസ് കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലുള്ള പ്രൈമേഴ്സ് കാര്യങ്ങളൊക്കെ ബേസ് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെബലൈൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷെയ്ഡ് നമ്പർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അഫോർഡബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഏകദേശം 16 മണിക്കൂറോളം നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് ലാസ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ മെബലൈൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇതും മാറ്റ് ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അഫോർഡബിൾ ആണ്. ആർക്കെങ്കിലും ലിങ്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതുണ്ടെങ്കിൽ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ഇതേപോലെ കാണും ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് ബ്ലെൻഡർ കൊണ്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു പാക്ക് അങ്ങനെ എന്ത് കാര്യം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ 2 ഷെയ്ഡായിട്ട് ഇരിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലേ. ലിപ്സ്റ്റിക് ആണ്. അത് നമ്മുടെ മെബലൈൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ലിക്വിഡ് മാറ്റ് ഫിനിഷ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ചെറുതായിട്ട് ജസ്റ്റ് എടുത്താൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ ആണ് വരുന്നത്. ഞാൻ ഇതേപോലെക്കാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുക്കും. എങ്ങനെയുണ്ട്, സുന്ദരിയായോ? നെക്സ്റ്റ് ഞാനൊരു പൊട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സൈസ് പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇവിടെയാണ് പൊട്ട് തൊടാറുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ലൈഫ്സിലും എനിക്ക് ചീത്തവിളി കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് വെറുതെ പൊട്ട് മൂക്കിക്കൊണ്ട് തൊടുന്നത്. എനിക്ക് എവിടെയാണ് കംഫർട്ടബിൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതേപോലെക്കാണ് തൊടാറുള്ളത്, ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണെഴുതെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയേക്കാണ്. ഞാനിപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് ഓൾമോസ്റ്റ് 1 year മുന്നേ വരെ ഞാൻ ശരിക്കും കണ്ണെഴുതുന്ന ഒരാളായിരുന്നു. താഴെ മേളിലൊക്കെ നല്ലവർക്ക് വാലിട്ട് കണ്ണെഴുതായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ കണ്ണെഴുതുന്നൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് മേൽക്കണ്ണ് മാത്രമേ എഴുതുള്ളൂ. ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നെക്സ്റ്റ് ഞാൻ ഈ ഒരു ജിംക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഈ ഒരു ജിംക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എല്ലാം കൊള്ളാവോ എന്ന് ചോദിക്കാനല്ലേ. ഓക്കെ, ഇനി ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാന്നൊക്കെ അറിയണ്ടേ. അതിന് മുമ്പ് മുടി കെട്ടാൻ മറന്നു പോയടോ. മുടി കെട്ടാം, നമുക്ക് മുടി അയച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തോർത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുളിപ്പിന്നായിട്ടാണ് ഞാൻ മുടി പിന്നിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ലുക്കൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? എനിക്കിഷ്ടമായി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ആൻഡ് ഞാൻ മുടി ചീവുന്നതിന് പകരം ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് കുളിപ്പിന്നിൽ പിന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ കാര്യം പിടികിട്ടി എങ്ങോട്ടാണ് ഞാൻ എൻ്റെ യാത്ര എന്നല്ലേ. ഞാൻ മാത്രമല്ല പോയിട്ടുണ്ടായിരുന്നത്, എൻ്റെ കൂടെ കസിനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ലൈഫ്സ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാമല്ലോ. കസിന് വീട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഞാനും അമ്മ മിക്കപ്പോഴും യൂണിഫോം ആയിട്ടാണ് പോകുന്നത്. സെയിം കളേഴ്സ് പെയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പത്തനംതിട്ട ടൗൺ. നമുക്ക് വീട്ടിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട എന്ത് മനോഹരമായ കാഴ്ച. സൈഡിൽ ഫുൾ ഇതേപോൾക്ക് ചെടികളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടൗൺ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ അമ്പലം വരുന്നത്. ലൊക്കേഷൻ ഏകദേശം പത്തനംതിട്ടക്കാർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ധന്യരമ്യ തിയേറ്റർ ഉണ്ടല്ലോ, അബാൻ ജംഗ്ഷനിലെ, അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് അമ്പലത്തിന്റെ പേര്. ഞങ്ങൾ ചെന്ന സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഒരു 5 മണി കഴിഞ്ഞ സമയത്താണ് ചെന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാട് അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ നീരാഞ്ജനമാണ്. മുടങ്ങാതെ 7 ശനിയാഴ്ചകളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് പറയുക, മനസ്സിലെ ആഗ്രഹം എന്താണോ അത് നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് എനിക്ക് ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെ കാഴ്ചകൾ എന്താണ് കാണിക്കാത്തതെന്ന് വെച്ചാൽ അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രൈവസി, അല്ലെങ്കിൽ ഏതൊരു ദേവാലയമായാലും അതിൻ്റെതായ ഒരു പ്രൈവസി ഉണ്ട് അല്ലേ. അപ്പോൾ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഒരു മനസ്സുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡെവോഷണൽ മൂഡാണ്. ആൻഡ് നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ടൈമാണ്. അവിടെ ഫോണ് കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് വെളിയിലത്തെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ. ഉള്ളിൽ ഗണപതിയും ശാസ്താവുമാണ് ഉള്ളത്. ആൻഡ് പുറത്ത് നമ്മുടെ ശിവനുണ്ട്, പിന്നെ നമ്മുടെ നാഗരാജാക്കന്മാരുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പന്മാര് മലയ്ക്ക് പോയിട്ട് വന്ന് ഊരിയിടുന്ന മാലകളാണ്. ഒരുപാട്, അതായത് വൃശ്ചിക മാസം ആയാലും ഒരുപാട് അയ്യപ്പന്മാര് നമ്മുടെ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ശബരിമലയ്ക്ക് പോകാറുള്ളത്. ഓക്കെ, ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു, കുറിയൊക്കെ തട്ടിയിട്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. കുറച്ച് ഫോട്ടോസൊക്കെ വെളിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആനന്ദ് ഭവനിൽ പോയി ജസ്റ്റ് കറമുറ ഇരിക്കുന്ന നമ്മുടെ വട കഴിച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്.